ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാട്ടോ. സമയം ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പൊള്ളാച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ നമ്മുടെ ആലിയാർ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊള്ളാച്ചി സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിനടുത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളാച്ചി സ്റ്റാൻഡ് കാണും. അവിടെ നമുക്ക് ഈ ആലിയാർ ഭാഗത്തോട്ട് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ആലിയാർ ഡാം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെയും തമിഴിലെയും ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത നല്ലൊരു അടിപൊളി പ്ലേസ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നമ്മൾ ഏകദേശം സ്റ്റാൻഡിൻ്റെ അടുത്തെത്താറായിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ആ ഭാഗത്തായിട്ട് സ്റ്റാൻഡ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ സ്റ്റാൻഡിലോട്ട് പോയിട്ട് ബസ് പിടിക്കണം. നമുക്ക് ആലിയാർ ഭാഗത്തോട്ട് ഇവിടുന്ന് ഒരു 40 മിനിറ്റ് യാത്ര വരുന്നുണ്ട്. ഏകദേശം 23 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബസ് പിടിക്കാൻ പോകണം. നമുക്ക് ബസ്സൊക്കെ ഇറങ്ങി പോകുന്നതൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് ഇത് നല്ല വെയിലുള്ള ദിവസം കേട്ടോ, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ ഈ പാലക്കാട് പൊള്ളാച്ചി ഭാഗമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റാൻഡിലോട്ട് പോവാം. നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തിയത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ ആലിയാർ ഡാമിൻ്റെ ഭാഗത്തോട്ട് ബസ് കയറി പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് 37 നമ്പർ ബസ്സിലാട്ടോ നമുക്ക് കയറേണ്ടത്. ബസ് വന്നിട്ടില്ല, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബസ്സുകളൊക്കെ വരുന്നത് കാണാം. അതൊന്നുമല്ല നമ്മുടെ ബസ്, 37ാമത്തെ നമ്പർ ബസ്സാട്ടോ. ഞാൻ ബസ്സിനകത്തേക്ക് കയറിയത് കേട്ടോ. കാണുന്നതാണ് നമ്മുടെ ബസ്. ഇവിടുന്ന് ബസ് എടുക്കാൻ ടൈം ഉണ്ട് കേട്ടോ, 10-15 മിനിറ്റ് ഉണ്ട്. അങ്ങനെ സമയം 1:30 ആയപ്പോഴേക്കും നമ്മൾ ആലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് നല്ല അടിപൊളി മലനിരകളൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മുടെ വാൽപ്പാറ റൂട്ടാണ്. നമ്മൾ കയറിയതൊക്കെ പൊള്ളാച്ചിയിൽ നിന്ന് ആയിരുന്നു കേട്ടോ. ഈ പൊള്ളാച്ചിയിൽ നിന്ന് ഈ വാൽപ്പാറ ഈ ആലിയാർ ഡാം ഭാഗത്തോട്ട് നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് കിട്ടും. അതുപോലെ ഈ ആലിയാർ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 22 രൂപ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 100 മീറ്ററും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. ശരിക്കും നമുക്ക് ബസ് ഇറങ്ങേണ്ടത് ആ ഭാഗത്തായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് മുൻപേ ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കണം. നമ്മളങ്ങനെ നടന്ന് ഒരു ചെറിയ ജംഗ്ഷനിൽ എത്തിയിട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ജംഗ്ഷൻ കാണാം. അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി കാണാം കേട്ടോ. അതുപോലെ അതിനപ്പുറത്തായിട്ടൊരു ആറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കരിക്കൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് നടന്ന് നമ്മൾ ബസ് ഇറങ്ങി വന്നതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നടന്ന് നമ്മളൊരു ആറിൻ്റെ ഭാഗത്തെത്തി. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ഭാഗമൊക്കെ കാണാം കേട്ടോ. നമുക്ക് അവിടുന്ന് കാണുന്നതാണ് ഡാമിൻ്റെ ഒരു ഭാഗം. നമുക്കിനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഡാമിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇവിടുന്ന് നല്ല വെയിലുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഡാമിൻ്റെ ഒരു എൻട്രൻസിലോട്ട് നടക്കാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല തണുപ്പാണ്. ഇതല്ലേ മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നത്, നല്ല തണുപ്പാട്ടോ ഈ ഭാഗത്ത് മുഴുവൻ. അപ്പോൾ എന്തായാലും നമുക്കിനി ഡാമിൻ്റെ ഭാഗത്തോട്ട് പോകണം. ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാൽപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വാൽപ്പാറ കയറി ഇങ്ങനെ പോകുന്ന ഫോട്ടോയൊക്കെ കാണാം. അതുപോലെ 42 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം. ഇത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡാട്ടോ. നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഞാനങ്ങനെ ഒരു നാരങ്ങ സോഡ പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. ഇവിടെ ചേച്ചി നമ്മുടെ സോഡ അടിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടോയ്സൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഇതുണ്ടല്ലേ. അതുപോലെ ഇതിന് പുറകിലായിട്ട് നമുക്ക് മലയും ഡാമിൻ്റെ ഭാഗമൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ല കേരള വണ്ടികൾ ഒരുപാട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നാരങ്ങ സോഡ ഇവിടെ ആകുന്നുണ്ട്. സോഡയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഡാമിൻ്റെ എൻട്രൻസ് ഭാഗത്തോട്ട് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. 2 സൈഡിലായിട്ട് മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വെയിലാട്ടോ. നമ്മൾ വന്ന ഭാഗത്തൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തണലായിരുന്നു. അപ്പം ഇനി എന്തായാലും നമുക്ക് ഡാമിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കേട്ടോ. ഒരാൾക്ക് ചാർജ് വരുന്നത് 15 രൂപയാണ്. അതുപോലെ വീഡിയോ ക്യാമറയ്ക്ക് വരുന്നത് 250 രൂപ കേട്ടോ. നമ്മളിപ്പോൾ ഡാമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരുപാട് വഴികളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് പോകാൻ. നമ്മളിത് ഏതോ ഒരു വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ നനയ്ക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്ന റോഡൊക്കെ ആയിരുന്നു കേട്ടോ ആ കാണുന്നത്. എന്തായാലും നമുക്കിനി അകത്തോട്ട് കയറണം. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അടിപൊളി മലകളൊക്കെ കാണാം കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്.
നമ്മളങ്ങനെ ഡാമിനകത്തേക്ക് കയറിട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഈ ഡാമിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർക്കാണ് കേട്ടോ, പിള്ളേരൊക്കെ കളിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ഫാമിലീസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ വന്നിരിക്കുന്നത്. നമുക്കിനി മേളിലോട്ട് പോകേണ്ടതൊക്കെ ഇതിലിങ്ങനെ കയറിയിട്ട് ആ ഒരു ഭാഗത്തോട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു കേട്ടോ, ഈ ഡാമിൻ്റെ പരിസരത്ത് വെച്ചിട്ട് മലയാളത്തിലും തമിഴിലായിട്ട് ഒരുപാട് പഴയ സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആട്ടത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പണ്ട് രജനീകാന്തിൻ്റെ സിനിമകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഭാഗമാട്ടത്. അതുപോലെ ഇതിലിങ്ങനെ കറങ്ങിയിട്ട് വേണം നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ടെത്താൻ. വഴി ഇങ്ങനെ കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ ഞാൻ ഈ ഡാമിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. നമ്മൾ കയറി വന്ന സ്റ്റെപ്പൊക്കെ ആ ഭാഗത്തായിട്ട് കാണാം കേട്ടോ. ഒരുപാട് പിള്ളേരൊക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ ആ ഭാഗത്തായിട്ട് ഗാർഡനൊക്കെ കാണാം നമുക്ക്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലേ, നല്ല ഹൈറ്റിൽ മലകൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം കാണാം കേട്ടോ. അതുപോലെ ഇതാ ഈ ഒരു സൈഡിലുണ്ട് പൊള്ളി വ്യൂ കേട്ടോ. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പേരെ കാണാം കേട്ടോ. നമുക്ക് അങ്ങനെ അറ്റം വരെ കാണാം ആൾക്കാർ. അവിടെ കുറച്ച് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ, ഭയങ്കര വെയിലാണ്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ വെട്ടം സിനിമയുടെ ആ ലാസ്റ്റ് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. സ്പെയിനിലെ രാജകുമാരിയുടെ മാലയൊക്കെ എറിയുന്ന ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു ഷൂട്ട് ചെയ്ത്. അയ്യോ അടിപൊളിയായിട്ടൊക്കെ കാണാൻ, നല്ല കാറ്റുണ്ട്. ഇവിടെ 4 ഭാഗത്തോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ. അതുപോലെ ഇതാ അവിടെ ആയിട്ടൊരു ബോട്ടൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ 2-3 ബോട്ടൊക്കെ കാണാം. അതുപോലെ ഈ ഡാമിൽ ഇപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഈ ഡാം മാത്രമേ ഉള്ളൂ. ഇതാ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഹൈറ്റിലും മലകൾ, നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മളങ്ങനെ ഈ ഡാമിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. നമുക്ക് ഇതിലെങ്ങനെ ഒരുപാട് ദൂരം നടന്നു പോകാൻ പറ്റും. നമ്മളിങ്ങനെ നടക്കുകയാണ്. വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമുക്കൊരു ഡാം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറേ മലകളും അതിന് നടുക്കായിട്ട് കുറേ വെള്ളവും, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, എന്നിട്ടും കൂടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആ ഭാഗത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത വെയിലാണ്. ഇപ്പോൾ സമയം 2 മണി 2:30 ആയിട്ടുള്ളൂ കേട്ടോ. നല്ല വെയിലുണ്ട്. എന്നിട്ടും 2:30 വെയിലറിയാമല്ലോ. ഇതുണ്ടല്ലേ, ഒരുപാട് പിള്ളേരൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ഡാമിൻ്റെ മെയിൻ വെള്ളം തുറന്നു വിടുന്ന ഭാഗമൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിന് മുമ്പിൽ കുറച്ച് മുമ്പിലായിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് ദൂരം അങ്ങോട്ട് ചുമ്മാ നടന്നിട്ടും കാര്യമില്ല. സെയിം കാഴ്ച തന്നെ കേട്ടോ. അവിടെ ആ മലകളും അതിന് നടുക്കായിട്ട് വെള്ളവും അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നില്ല. ഡാമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ ഒരുപാട് കൃഷികൾ കാണാം കേട്ടോ. തെങ്ങുകൾ ഒരുപാട് കാണാം. തമിഴ്നാട് പൊള്ളാച്ചി ഈ ഒരു പഴനി ഭാഗമൊക്കെ തെങ്ങിൻ്റെ തോട്ടങ്ങൾ ഒരുപാട് കാണാം കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ അതിൽ പിള്ളേർ പോയിട്ട് വിസിലടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് പിള്ളേരൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ്. ഇതുണ്ടല്ലോ, ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഒരുപാട് കൃഷികൾ കാണാം നമുക്ക്. പിന്നെ നമുക്ക് ഈ ഡാമിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴത്തോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളിതാ നേരത്തെ കണ്ട പിള്ളേരൊക്കെ ഇതാ കയറി വരുന്നത്. ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഇവരൊക്കെ. പിന്നെ എന്തായാലും നമുക്കിനി താഴത്തോട്ട് ഇറങ്ങാം. അങ്ങനെ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങി വന്ന വഴിയായിരുന്നു ആ കാണുന്നത്. അതിൽ കുറച്ച് മച്ചന്മാരൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താഴ്ഭാഗത്തെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം കേട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിന് അകത്തുനിന്ന് പുറത്തിറങ്ങണം, എന്നിട്ട് കാണാം കേട്ടോ നമുക്ക്. ഞാനങ്ങനെ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഡാമിൽ ഒരുപാട് മീനുകളൊക്കെ അങ്ങനെ പൊള്ളിച്ച് വെച്ചേക്കുന്നതാണ്. പൊള്ളിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടല്ലേ, അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് ഫ്രഷായിട്ട് പൊള്ളിച്ച് തരും. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കടയിൽ കയറുക കേട്ടോ. നമ്മൾ ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജ്യൂസ് വെട്ടതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് പൊള്ളാച്ചിയിലോട്ട് നേരിട്ട് ബസ് കിട്ടും കേട്ടോ.
ബസ്സിന് പോകാനാണ് നമ്മുടെ പ്ലാന്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമുക്ക് ഇവിടുന്ന് പൊള്ളാച്ചിയിലോട്ട് പോകാനാണ് പ്ലാന്. നമുക്ക് ഇവിടുന്ന് നേരിട്ട് ബസ് കിട്ടും കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. ഇവിടെ ഒരു 10 മിനിറ്റ് ബസ് വെയിറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും ബസ് വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് ഈ ആലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്ന കാഴ്ചകളും അതുപോലെ ആലിയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.